ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് കരയുകയാണ്. വേട്ടയാടുന്ന അനേകരുടെ അതിക്രമത്തെയും അക്രമത്തെയും ആക്രമണത്തെയും ഭയന്ന് ദാവീദ് വിലപിക്കുകയാണ്. ദാവീദ് ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണ്. കരുണതയുടെ ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിനെ വേട്ടയാടുന്നവർ അനേകരായിരുന്നു. ദാവീദിനെ വേട്ടയാടുന്നവർ ദാവീദിൻ്റെ ജീവിതത്തിൽ ആദ്യം മുതലേ യാതനകളാണ്, ചെറുപ്പം മുതലേ ദുരിതങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് ഒരൽപ്പം അഭ്യുദയം ലഭിക്കാൻ പോകുന്നു എന്ന് വന്നപ്പോൾ രാജാവായ ശൗൽ ദാവീദിനെതിരായി തീർന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ദാവീദിനെ ഉയർത്തുന്നെന്ന് കണ്ടപ്പോൾ അന്നത്തെ അധികാരസ്ഥനായ ശൗൽ രാജാവ്, അന്നത്തെ അധികാരമുള്ളവനായ ശൗൽ രാജാവ് അധികാരത്തിൻ്റെ മതഗർവം കൊണ്ട് ഇതാ ഈ പാവപ്പെട്ട ദൈവവൈതലിനെ അമർത്താനും അടർത്താനും ശ്രമിച്ചു. സഹോദരങ്ങളെ, ദാവീദിൻ്റെ ജീവിതത്തിൽ എന്ത് കനത്ത ആക്രമണമാണ് ഉണ്ടായത്. ശൗൽ രാജാവ് ഒരിക്കൽ ദാവീദ് അവിടെ ഇരിക്കുമ്പോൾ, രാജാവിൻ്റെ ആസ്ഥാന മണ്ഡപത്തിൽ ദാവീദ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നനച്ചരിയാതെ ആകസ്മികമായി അപ്രതീക്ഷിതമായി കുന്തത്തിൽ കുത്തി ചുമരോട് ചേർക്കാൻ ആ കുന്തം ദാവീദിന് നേരെ ആഞ്ഞു തറച്ചു. ഭാഗ്യം, തലനാരിഴയ്ക്ക് ദൈവം ദാവീദിനെ രക്ഷപ്പെടുത്തി. ഒരു തലനാരിഴയ്ക്ക് ഒരൽപ്പം മാറിയിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ ദാവീദിൻ്റെ ജീവിതം. മകനെ, നിൻ്റെ ജീവിതം ഇന്ന് നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല, അത്യാഹിതങ്ങൾ വരാഞ്ഞിട്ടല്ല, വലിയ ആക്സിഡൻസ് ഉണ്ടാകാഞ്ഞിട്ടല്ല. എന്തെന്ത് പ്രതിസന്ധികളാണ് വന്നത്, എന്തെന്ത് യാതനകളെയാണ് നീ നേരിട്ടത്. തലപൊക്കുകയില്ല എന്ന് പലരും പറഞ്ഞതല്ലേ, ഇനി എഴുന്നേൽക്കില്ല എന്ന് പലരും ചിന്തിച്ചതല്ലേ, ഇനി മടങ്ങി വരില്ല എന്ന് പലരും ഓർത്തതല്ലേ, തീർന്നു എന്ന് പലരും കരുതിയതല്ലേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശൗൽ രാജാവ് ദാവീദിനെ കൊന്നുകൊണ്ടുവരുവാൻ തൻ്റെ വീരന്മാരായ പടയാളികളെ പറഞ്ഞയച്ചു. അവൻ കിടക്കുന്ന കിടപ്പറയിൽ കട്ടിലോടുകൂടെ കൊന്നെടുത്തുകൊണ്ട് വരാനാണ് പടയാളികളെ പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഗൂഢാലോചന അത് അലസിപ്പോയി. എന്താണ് കാരണം? ദൈവം കരുതി. പിൽക്കാലത്ത് ദാവീദ് പാടുന്നുണ്ട്, 68-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കിട്ടിയെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവദാസൻ നന്ദിയോടെ പറയുകയാണ്, നമ്മുടെ ശരണമാകും ദൈവം, നമ്മുടെ രക്ഷയാകും ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദിനെ ശത്രുക്കൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിനെ ഫെലിസ്ത്യർ വേട്ടയാടി. ദാവീദ് അവർക്ക് പേടി സ്വപ്നമായിരുന്നു. അവരൊരു മല്ലനുണ്ടായിരുന്നു, ഗോലിയാത്ത്. ആ മല്ലനെ ദാവീദ് വകവരുത്തി. മല്ലൻ്റെ വാളുകൊണ്ട് മല്ലൻ്റെ കഴുത്തറുത്തു. പ്രിയപ്പെട്ടവരെ, മല്ലൻ്റെ വാളുകൊണ്ട് അവൻ്റെ തന്നെ തല വെട്ടി. ഒരു കയ്യിൽ മല്ലൻ്റെ വാളും മറുകൈയിൽ മല്ലൻ്റെ ശിരസ്സുമായി ദാവീദ് ഇസ്രായേൽ പടയോട്ടത്തിൻ്റെ നേരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നടന്നു വന്നത് ആർക്ക് മറക്കാൻ കഴിയും? ദാവീദ് മല്ലനെ വകവരുത്തിയവനാണ്, ഗോലിയാത്തിനെ തകർത്തവനാണ്. അതിനുള്ള ബലം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ എന്ന് ദൈവത്തിന് മഹത്വം കരേറ്റിയവനാണ്. ഈ ഫെലിസ്ത്യ സൈന്യത്തിനതോടെ ദാവീദ് ഒരു വലിയ ഭീഷണിയായി. ഇവനെ കൊല്ലണം, ഈ ദാവീദിനെ നശിപ്പിക്കണം, ഇവനിനി വെച്ചേക്കാൻ പാടില്ല. ഞങ്ങളുടെ മല്ലനെ കൊന്നവനെ ഇനി വെച്ചേക്കണ്ട, ഇവനെ വകവരുത്തണം, ഇനി ഇവൻ്റെ അഡ്രസ്സ് തുടച്ചു കളയണം, ഭൂമുഖത്ത് നിന്ന് ഈ ദാവീദിനെ തീർക്കണം. പ്രിയപ്പെട്ടവരെ, നോക്കി, ദാവീദിനെ വേട്ടയാടി. ദാവീദിരുന്നിപ്പോൾ കരയുന്നു, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന്
എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ശൗൽ രാജാവ് എതിർത്തപ്പോൾ, ശൗൽ രാജാവ് കൊല്ലാൻ നോക്കിയപ്പോൾ ആ വലിയ ആക്രമണങ്ങളുടെ മുമ്പിൽ പതറാതെ നിൽക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. ഗോലിയാഥെ എതിർത്ത സമയത്ത് അവിടെയും പതറാതെയും ഭയപ്പെടാതെയും തളരാതെ നിൽക്കാൻ ദാവീദിന് കഴിഞ്ഞു. എന്താണ് കാരണമെന്നോ? അന്ന് ദാവീദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അന്ന് ദാവീദിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ദാവീദിന് ഒരു സ്വത്തുണ്ടായിരുന്നു. എന്താണ് സ്വത്ത്? ദൈവകൃപ. എന്താണ് സ്വത്ത്? ദൈവത്തിൻ്റെ വിശുദ്ധി. ദാവീദിൻ്റെ ജീവിതത്തിൽ അന്ന് പാപമില്ലായിരുന്നു. അന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. പൈശാചികൻ അവകാശം പറയുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, ആക്രമണങ്ങൾ വരട്ടെ, പിശാച് അവകാശം പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നാൽ മതി. ആരും നമ്മെ എതിർക്കട്ടെ, ആരും നമ്മെ വേട്ടയാടട്ടെ, ഭയപ്പെടേണ്ട. പിശാച് അവകാശം പറയുന്നതൊന്നും ഉണ്ടാകരുത്. 10 പൈസയ്ക്ക് പോലും ക്രമക്കേടുണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, പകലോ രാത്രിയോ ഒരു നിമിഷം പോലും ശത്രുവായ പിശാച് സന്തോഷിക്കാനിട വരുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ശത്രുവായ പിശാച് സന്തോഷിക്കാൻ അവന് വക കിട്ടരുത്, അവന് അവകാശം കിട്ടരുത്. നമ്മെ കുറ്റം ചുമത്തുവാൻ അപവാദി നോക്കി നടക്കുന്നു. ഭൂമിയിലൊക്കെയും ഊഴാടി സഞ്ചരിക്കുന്ന സാത്താനുണ്ട്. അങ്ങനെയാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുകയാണ്. ദൈവം തമ്പുരാൻ സാത്താനോട് ചോദിച്ചു, സാത്താനെ, നീ എവിടെ നിന്ന് വരുന്നു? ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഉടനെ സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ച് വരികയാണ്. ദൈവം വേഗം ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനാരുമില്ല കേട്ടോ. അവനെപ്പോലെ നേരുള്ളവനാരുമില്ല. അവനെപ്പോലെ ദോഷം വിട്ടകലുന്നവനാരുമില്ല. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായി ആരുമില്ല. അവൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സാത്താൻ പറഞ്ഞു, ദൈവമേ, നീ ഇങ്ങനെയൊക്കെ വലിയ സർട്ടിഫിക്കറ്റൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, അവന് ചുറ്റും നീ ഇങ്ങനെ വേലി കെട്ടി കാക്കുന്നതുകൊണ്ടല്ലേ അവൻ ഈ മര്യാദക്കാരനായിട്ട് നിൽക്കുന്നത്, മാന്യനായിട്ട് നിൽക്കുന്നത്. നീ വലിയ സംരക്ഷണം കൊടുക്കുന്നു, പിന്നെ നിൽക്കരുതോ? നല്ല മക്കൾ, നല്ല സ്വത്ത്, നല്ല ജീവിത നിലവാരം, നല്ല ആരോഗ്യം, നല്ല കുടുംബം, നല്ലൊരു ഭാര്യ, എന്തിനാ അവന് കുറവ്? എല്ലാം നീ കൊടുക്കുകയല്ലേ. അതുകൊണ്ടല്ലേ കർത്താവേ അവനിങ്ങനെ എല്ലാം നല്ല യോഗ്യമായി നിൽക്കുന്നത്. അവനൊരു കേട് വരട്ടെ, കഷ്ടം വരട്ടെ, നഷ്ടം വരട്ടെ, അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും യാതനകൾ വരട്ടെ, അപ്പോൾ കാണാം അവൻ്റെ വിശ്വാസം ത്യജിച്ച്, വിശ്വാസം തള്ളിപ്പറഞ്ഞ് അവൻ നിന്നെ ഉപേക്ഷിക്കുന്നത് കാണാം. ദൈവം വേദനയോടെ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീ പൊയ്ക്കോ. എൻ്റെ ദാസനായ ഇയ്യോബിനെ അവൻ്റെ ആത്മാവിന് കേടുവരുത്താൻ പാടില്ല, അവൻ്റെ പ്രാണന് കേടുവരുത്താൻ പാടില്ല, കൊല്ലരുത്. പക്ഷേ ഞാൻ നിനക്ക് ഒരു കാര്യം മാത്രം അനുവാദം തരുന്നു, അവൻ്റെ സ്വത്തിൻ്റെ മേൽ നിൻ്റെ കൈ വെച്ചുകൊള്ളൂ, സ്വത്ത് തട്ടി മാറ്റിക്കൊള്ളൂ. ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഇയ്യോബിനെ നശിപ്പിക്കാൻ വന്ന പിശാച് സ്വത്തിൽ ചാടിപ്പിടിച്ചു, മക്കളെ കൊന്നു, സ്വത്ത് നശിച്ചു, മക്കളുടെ വീടുകൾ നശിച്ചു, കൃഷിയെല്ലാം കൊയ്തു കൊണ്ടുപോയി. ശബായർ വന്ന് കൃഷിയെല്ലാം കൊയ്തു കൊണ്ടുപോയി. അവിടെ കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും കഴുതകളെയും എല്ലാം ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോയി, കവർച്ചക്കാർ കൊണ്ടുപോയി. എല്ലാം തുരുതുരാ നാശം, ഒന്നിനു മേലൊന്നായി നാശത്തിൻ്റെ മേൽ നാശം വന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ അതിലൊന്നിൽ ഇയ്യോബ് ദൈവത്തോട് മറുത്തില്ല, വിശ്വാസം ത്യജിച്ചില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് മാത്രം ഇയ്യോബ് പറഞ്ഞുള്ളൂ. ദൈവത്തെ നിഷേധിച്ചില്ല. സാത്താൻ പിന്നെയും ചെന്നു. ദൈവം ചോദിച്ചു, സാത്താനെ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും അവനെപ്പോലെ ദോഷം വിട്ടകലുന്നതിനും ആരുമില്ലല്ലോ, അവനെപ്പോലെ നീതിമാൻ ആരുമില്ലല്ലോ. ദൈവമേ, അവൻ്റെ സ്വത്തല്ലേ പോയുള്ളൂ, മക്കളല്ലേ പോയുള്ളൂ, കാണരുതോ? അവന് നല്ല ആരോഗ്യമല്ലേ, അവൻ്റെ ആരോഗ്യം പോകട്ടെ കാണാം, ഒരു രോഗം വരട്ടെ കാണാം, അവൻ നിന്നെ ത്യജിച്ച് പറയും, അവൻ നിന്നെ ഉപേക്ഷിക്കും. അവന് ഒരു രോഗം വരട്ടെ, അപ്പോൾ കാണാം അവൻ്റെ ഭക്തി അവൻ ഉപേക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ദൈവം അതും അനുവദിച്ചു. ജീവനുള്ള ദൈവം വേദനയോടെ പലതും അനുവദിച്ച് കൊടുക്കുകയാണ് പിശാചിന്. അതും അനുവദിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ദാസനെ ഒന്ന് നീതീകരിപ്പാനുള്ള ദൈവത്തിൻ്റെ അദമ്യമായ ദാഹം, തൻ്റെ പ്രിയ ദൈവവൈതലിനെ, അവനെ ഒന്ന് വിശ്വസ്തനെന്ന് തെളിയിക്കാനുള്ള ദൈവത്തിൻ്റെ ദാഹം. ദൈവ പൈതലേ, നിന്നെ ഒരു നീതിമാനെന്നും വിശ്വസ്തനെന്നും സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്താൻ ദൈവത്തിനൊരു കൊതിയുണ്ട്. എൻ്റെ കർത്താവിന് സ്തോത്രം. നിന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ
ലജ്ജിതനാക്കാതെ നിർത്താൻ. സാത്താൻ്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യജാതിയുടെ മുൻപിൽ നിന്നെ ഒരു വെല്ലുവിളിയായി നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കാര്യപരിപാടിയുണ്ട്. അതുകൊണ്ട് ചിലതെല്ലാം ദൈവം അനുവദിക്കാറുണ്ട്. സാത്താൻ ചെന്നു ഇയ്യോബിൻ്റെ മേൽ അവൻ്റെ കരം വെച്ചു. ദൈവം പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു, അവൻ്റെ പ്രാണനെ തൊടരുത്, അവന് മരണം വരുത്തരുത്, അവൻ്റെ രോഗം വന്നുകൊള്ളട്ടെ, പക്ഷേ മരിക്കാനിട വരരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാതെ പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സാത്താൻ വന്നു. ഇയ്യോബിന് ചുറ്റുമുണ്ടായിരുന്ന വേലി ദൈവം പൊളിച്ചു കളഞ്ഞതുകൊണ്ട് സാത്താൻ ഇഷ്ടം പോലെ വിഹരിക്കാൻ പറ്റി. ദൈവം ആ വേലി പൊളിച്ചു കളഞ്ഞിരുന്നു. സംരക്ഷണത്തിൻ്റെ വേലി പൊളിഞ്ഞുപോയി, കൃപയുടെ മറവ് മറഞ്ഞുപോയി. എന്തുണ്ടായി? ഇത് ഇയ്യോബിന് ഉള്ളങ്കാൽ മുതൽ നെറുകം തല വരെ രോഗമായി, പീഡയായി, വ്രണമായി, വേദനയായി, യാതനയായി, വലഞ്ഞു. പാവം ആ സകലം ചൊറിയുമ്പോൾ ഈ ഓട്ടിൻ കഷ്ണം എടുത്ത് ചുരണ്ടുകയാണ്. ചുരണ്ടുമ്പോൾ എന്ത് പറ്റും? മുഴുവൻ പൊട്ടും. ദേഹമാസകലം പൊട്ടിയാലോ വ്രണമുണ്ടാകും. വ്രണമുണ്ടായാലോ പഴുക്കും. പഴുത്താലോ ദുർഗന്ധമുള്ള ചലം ഒഴുകും. പാവം ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് ചാരത്തിലിരുന്ന് ഈ മാന്തിക്കൊണ്ടിരിക്കുകയാണ്, ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേൽ അവകാശം പറഞ്ഞ് പഴുതുണ്ടോ എന്ന് നോക്കുവാൻ വരുന്ന പൈശാചികനുണ്ട്. ദൈവജനമേ ശ്രദ്ധിപ്പീൻ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുവീൻ. അടിക്കടി ദുരിതങ്ങൾ വന്നു, അപ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചുവോ? അടിക്കടി ആപത്തുകൾ വന്നു, അപ്പോഴൊന്നും നിങ്ങളുടെ മനസ്സ് പതറാതിരുന്നുവോ? പറയാൻ എളുപ്പമാണ്, ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയാണ് പറയാൻ. ആപത്തുകൾ വരുമ്പോൾ പതറാതിരിക്കണമെന്ന് പറയണമെങ്കിൽ അതൊരു കൃപയാണ് പ്രിയരെ. അത് അവരവരുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് മാറ്റി തെളിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പതറാതെ നിൽക്കുമോ? തളരാതെ നിൽക്കുമോ? വാടാതെയും ഉലയാതെയും നിൽക്കുമോ? ചാഞ്ഞു പോകാതെ ചെരിഞ്ഞു പോകാതെ നിൽക്കുമോ? തൻ്റെ ഇടത്തോടെ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുമോ? വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും നിൽക്കുമോ? സത്യസന്ധതയിലും നിഷ്കളങ്കതയിലും നിൽക്കുമോ? എങ്കിൽ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ദാവീദ് തളർന്നു. അവിടെ ഗോലിയാത്തിൻ്റെ മുമ്പിൽ തളർന്നില്ല, ശൗലിൻ്റെ മുമ്പിൽ വാടിയില്ല. പക്ഷേ ദാവീദ് വാടി. എവിടെ? ഒരു സ്ത്രീയുടെ മുമ്പിൽ. എൻ്റെ ദൈവമേ, അത് വയ്യായിരുന്നു. ഒരു വെറും പാവപ്പെട്ട സ്ത്രീ. ശൗൽ രാജാവാണ്, അഭിഷേകമുള്ളവനാണ്. അവൻ്റെ മുമ്പിൽ ദാവീദ് പതറിയില്ല. ഗോലിയാത്ത് മല്ലനാണ്, വീരനാണ്, ആരെക്കാളും ഉയരമുള്ളവനാണ്, എത്ര പേര് വന്നാലും വീഴിക്കാൻ ശക്തനാണ്. അവിടെയും ദാവീദ് പതറിയില്ല, കാരണം ദൈവം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുന്ദരി പെണ്ണിൻ്റെ മുമ്പിൽ ദാവീദ് പതറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീയുടെ മുമ്പിൽ, സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ, സ്ത്രീയുടെ ശരീരത്തിൻ്റെ മുന്നിൽ ഇസ്രായേലിൻ്റെ മധുരഗായകൻ പതറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭൃത്യനായ ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബയുടെ മുന്നിൽ ദാവീദ് തൻ്റെ അഭിഷേകം മറന്നുപോയി. ദാവീദ് തൻ്റെ മേലുള്ള കൃപയുടെ നിറവ് മറന്നുപോയി. തൻ്റെ മേലുള്ള ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തിയുടെ പ്രചുര്യമ മറന്നുപോയി. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ, ആ വശ്യമായ ശക്തിയുടെ ആകാര സൗഷ്ഠവത്തിൻ്റെ ശ്രേഷ്ഠ സോപാനങ്ങൾ എന്ത് എന്നുള്ള വില ദാവീദ് മറന്നുപോയി. ദാവീദ് തന്നെത്താൻ മറന്നുപോയി. ദാവീദ് സുബോധം കെട്ടവനായിപ്പോയി. അങ്ങനെയും വരും. ദൈവത്തിന് സ്തോത്രം. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ബലശാലികൾ വീണുപോയതെങ്ങനെ? യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? ഈ ദാവീദ് തന്നെ പാടിയതാണ്. ശമൂവേലിൻ്റെ പുസ്തകം, 2-ാമത്തെ പുസ്തകം, 1-ാം അധ്യായവും 2-ാം അധ്യായവും വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഈ നിലവിളി കേൾക്കാം. ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ വീണത് കണ്ടപ്പോൾ ദാവീദിരുന്ന് ധനുർഗീതം പാടി. ദാവീദ് പാടി. എന്താണ് പാടിയത്? അതൊരു കരച്ചിലായിരുന്നു, അതൊരു വിലാപ ഗീതമായിരുന്നു, അതൊരു വിലാപ കാവ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ആ വിലാപ കാവ്യത്തിൻ്റെ പൊരുൾ എന്താണ്? യഹോവേ, വീരന്മാർ പട്ടുപോയതെങ്ങനെ? യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? ബലശാലികൾ വീണുപോയതെങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, ഫെലിസ്ത്യ കന്യമാർ സന്തോഷിക്കരുതേ, അഗ്രതമകളുടെ പുത്രിമാർ സന്തോഷിക്കരുതേ. യഹോവേ, വീരന്മാർ പട്ടുപോയതെങ്ങനെ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ പേടി വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? അയ്യോ, വീരന്മാർ പട്ടുപോയ വഴിയിലാണല്ലോ, ഞാനങ്ങ് നിൽക്കുമോ? ഞാൻ ഉറപ്പോടെ നിൽക്കുമോ? വീരന്മാർ ബലശാലികൾ വീണുപോയ വഴിയാണല്ലോ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യൂദായുടെ ലേഖനത്തിലുണ്ട് ഒരു വാക്യം. അതിൻ്റെ അവസാനത്തെ ഖണ്ഡിക, ഒരധ്യായമേ ഉള്ളൂ, അതിൻ്റെ അവസാനത്തെ ഖണ്ഡിക, യൂദായുടെ ലേഖനം. എൻ്റെ കരുണയുള്ള കർത്താവ് ധൈര്യം തരുന്നൊരു വാക്യമുണ്ട്. യൂദായുടെ ലേഖനം അവസാനത്തെ ഖണ്ഡിക, 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്
തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിപ്പാൻ ശക്തൻ, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ ശക്തൻ, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിങ്ങളെ നിർത്തുവാൻ അവൻ ശക്തൻ, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? വീരന്മാർ പട്ടുപോയതെങ്കിലും ബലശാലികൾ വീണുപോയതെങ്കിലും മുക്കുവന്മാർ നേടിയെടുത്ത വഴിയാണ് ക്രിസ്തീയ വഴി. ദൈവത്തിന് സ്തോത്രം. വീരന്മാർ വീണുപോയ വഴിയാണ്, പക്ഷേ മുക്കുവന്മാർ നേടിയെടുത്തു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, മീൻപിടുത്ത തൊഴിലാളികൾ, അവരെ വിശുദ്ധരായി സമൂഹത്തെ കീഴ്മേൽ മറിച്ചു. അവർ ചെന്നിടത്തെല്ലാം യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിച്ചു. പാവപ്പെട്ട മുക്കുവ തൊഴിലാളികൾ, എട്ടും പൊട്ടും തിരിയാത്ത നിരക്ഷര കുക്ഷികളായ മുക്കുവ തൊഴിലാളികൾ, അവർ ചെന്ന് കാൽ ചവിട്ടിയിടത്തെല്ലാം യേശുവിൻ്റെ രാജ്യം പ്രചരിച്ചു. യേശുവിൻ്റെ രാജ്യം വികസ്വരമായി. കാരണമെന്ത്? അവർ യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്നു. അവർ യേശുവിനോട് കൂടെയുള്ളവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ അതാണ്. അവർ സാമാന്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ആയിരുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം അവരെക്കുറിച്ച് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യം എങ്ങനെയാണ്? അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവർക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അവർക്കൊരു ഗുണമുണ്ടായിരുന്നു. അവർ സാമാന്യ മനുഷ്യരാണ്, അവർ പഠിപ്പില്ലാത്തവരാണ്, പക്ഷേ അവർക്ക് ഒരു സ്വത്തുണ്ടായിരുന്നു. എന്താണ്? അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ. ദൈവത്തിന് സ്തോത്രം. ടു ബി വിത്ത് ജീസസ്. ഓ, എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ. ക്ലിങ്ങിങ് ഓൺ ടു ജീസസ്. യേശുവിൽ അങ്ങ് പറ്റിച്ചേർന്ന് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ഇമെയിൽ ലെറ്റർ വന്നു. പാപം മാറുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പാപം മാറുന്നില്ല. എനിക്ക് ജയം വേണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജയജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷേ നിലനിൽക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: പ്ലീസ് ടെൽ മീ, ഹൗ ക്യാൻ ഐ ഹാവ് എ വിക്ടോറിയസ് ലിവിങ്? എനിക്കൊരു ജയജീവിതം എങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും? ഹൗ ക്യാൻ ഐ ഹാവ് എ വിക്ടോറിയസ് ലിവിങ്? ഒരു ജയജീവിതം. നല്ല ചോദ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, കീപ്പ് ഓൺ ക്ലോസ് ടു ജീസസ്. കീപ്പ് ക്ലോസ് ടു ജീസസ്. ക്ലിങ് ഓൺ ടു ജീസസ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുക, യേശുവിനോട് കൂടെയായിരിക്കുക. ക്ലിങ് ഓൺ ടു ജീസസ്. യേശുവിനോടങ്ങ് പറ്റിച്ചേരുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കൊതിയുണ്ട് ഇത് പറയുമ്പോൾ. ഈ വാക്കുകളെ കേൾക്കുന്നവർ യേശുവിനോട് പറ്റിച്ചേർന്നിരുന്നാൽ നിങ്ങൾക്ക് ജയജീവിതം സാധ്യമാണ്. നിങ്ങൾക്ക് പാപത്തിന് മേൽ ജയിക്കാം, നിങ്ങൾക്ക് ദുരിതത്തിൻ്റെ മേൽ ജയിക്കാം, നിങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ മേൽ ജയിക്കാം. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ നിനക്ക് സാധിക്കും. ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഭർത്താവ് നിൻ്റെ തലമുടി കുത്തിപ്പിടിച്ച് നിന്നെ ചുമരോട് ചേർത്ത തലയിട്ട് ഇടിക്കുമ്പോൾ അപ്പോൾ പരിഭവിക്കാൻ നിൽക്കാൻ നിനക്ക് കഴിയും മകളെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, എത്രയോ പേര് നരകം അനുഭവിക്കുന്നു, കുടുംബത്തിൽ നരകം അനുഭവിക്കുന്നു. ആ മക്കൾക്ക് പഠിക്കാൻ പറ്റുമോ? ഒരു കൊച്ചൻ പറഞ്ഞതാണ്, അപ്പൻ എന്നും വന്ന് മദ്യപിച്ച് വന്ന് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് പഠിക്കും സാറേ? എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പഠിത്തം തകർന്നു. എൻ്റെ അപ്പൻ അമ്മയെ ഇതുപോലെ ഉപദ്രവിക്കുകയാണ്, എൻ്റെ ജീവിതം തകർന്നു, ഞാൻ മരിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, ജീവിതത്തിൽ ജയം നേടുന്നത് ഭാഗ്യമാണ്, ജയജീവിതം അനുഭവിക്കുന്നത് ഭാഗ്യമാണ്. വിക്ടോറിയസ് ലിവിങ്, ജയജീവിതം, അത് നിങ്ങളുടെ ലാക്കായിരിക്കട്ടെ. ജയം തരുന്നത് ക്രിസ്തുവാണ്, ജയജീവിതം തരുന്നത് ക്രിസ്തുവാണ്. ജയജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ക്രിസ്തു നിങ്ങൾക്ക് തരും. അനേക സ്ഥലങ്ങളിൽ ജയിച്ചു നിന്ന ദാവീദ് ഒരു സ്ത്രീയുടെ മുമ്പിൽ തോറ്റുപോയി എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബത്ശേബയുടെ മുമ്പിൽ ദാവീദ് ആടിപ്പോയി. ബത്ശേബയുടെ മുമ്പിൽ ദാവീദിൻ്റെ വിശ്വാസം തളർന്നുപോയി, ബലശാലി വീണുപോയി, വീരൻ പട്ടുപോയി. പ്രിയപ്പെട്ടവരെ, 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം ഒരു വിശ്വാസി വായിച്ചാൽ കരഞ്ഞു പോകും. നിങ്ങൾ വായിച്ചു നോക്ക്. എനിക്ക് വിവരിക്കാൻ ശക്തിയില്ല, അതിനെ വർണ്ണിക്കാൻ എനിക്ക് ശക്തിയില്ല. ആ അധ്യായം പരസ്യമായി വായിച്ച് കേൾപ്പിക്കാൻ പോലും എനിക്ക് ബലമില്ല. കാരണം ഒരു വിശുദ്ധൻ്റെ പതനം, ഒരു ദൈവദാസൻ്റെ പതനം, ഒരു ദൈവദാസൻ്റെ അപചയം,
ഒരു ദൈവദാസൻ്റെ ക്ഷയോന്മുഖമായ ജീവിതം, ഒരു ദൈവദാസൻ്റെ അധപ്പതനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വിശുദ്ധൻ്റെ പതനം, ദൈവത്തിൻ്റെ വിലയേറിയ വ്രതൻ്റെ അശുദ്ധിയിലേക്കുള്ള കുത്തൊഴുക്ക്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ വർണ്ണിക്കും, എങ്ങനെ പറയും? ബത്ശേബയെ തുടങ്ങിയത് ഒരൊറ്റ നോട്ടത്തിലാണ്. ഒറ്റ നോട്ടം നോക്കി. അതിനു മുമ്പ് വേറൊരു കുഴപ്പം പറ്റി. എന്താണ്? ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ഞാനൊരു കാര്യം തീരുമാനിക്കുകയാണ് കർത്താവേ. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. കൃത്യമായൊരു തീരുമാനം എടുത്തതായിരുന്നു. വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്, ദിവസം 3 നേരം പ്രത്യേകിച്ച് മാറിയിരുന്ന് പ്രാർത്ഥിച്ച് കരയുമെന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ ദാവീദ് വൈകുന്നേരത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പകലെല്ലാം ഉറക്കമാണ്, പകലെല്ലാം അലസതയാണ്. ദാവീദ് അലസനായി കിടന്നുറങ്ങി. പകൽ നേരത്ത് ജോലിയിൽ നല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ട സമയത്ത്, നല്ല ഊർജ്ജസ്വലതയോടെ വേല ചെയ്യേണ്ട സമയത്ത്, തൻ്റെ പടയാളികൾ യുദ്ധക്കളത്തിൽ അടരാടുന്ന സമയത്ത് ദാവീദ് കൊട്ടാരക്കെട്ടിൽ, അന്തഃപുരത്തിൽ, സപ്രപഞ്ചക്കെട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അലസനായിപ്പോയി ദൈവദാസൻ. തീർന്നില്ല. ദൈവദാസൻ അലസനായി എന്ന് മാത്രമല്ല, ദൈവദാസൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിക്കാൻ പോകാനല്ല തോന്നിയത്. വൈകുന്നേരത്ത് പ്രാർത്ഥിക്കേണ്ട സമയമല്ലേ? അങ്ങനെയല്ലേ ദൈവത്തോട് പറഞ്ഞത്? അങ്ങനെയല്ലേ ചെയ്യാറ്? പ്രാർത്ഥിക്കാൻ പോയില്ല. പ്രാർത്ഥനാമുറിയിലേക്കല്ല പോയത്, മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. അപ്പോൾ ഒരു നോട്ടം. അങ്ങ് ദൂരെ കുളിക്കടവിലേക്കാണ് നോക്കുന്നത്. ഒരു സുന്ദരിയായ സ്ത്രീ കുളിക്കുന്നത് ദാവീദ് അങ്ങ് ദൂരെ മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കണ്ടു. നോട്ടത്തിൽ അവിടെ പാപം ആരംഭിച്ചു. വ്യഭിചാരം നോട്ടത്തിൽ ആരംഭിച്ചു. അലസതയിൽ അത് മുട്ടിട്ടു. അലസതയിൽ അത് വേരോടി. അത് പ്രകടമായി നോട്ടത്തിലേക്ക് വന്നു. പിന്നെ അശുദ്ധ ജീവിതത്തിൽ, പ്രവൃത്തിയിലേക്ക് നീങ്ങി. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്. സോ എ ഹാബിറ്റ് റീപ്പ് എ ക്യാരക്ടർ. സോ എ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഒരു ചിന്ത വിതയ്ക്കുക, നിങ്ങളൊരു പ്രവൃത്തി കൊയ്യും. സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. ചിന്ത വിതയ്ക്കൂ, പ്രവൃത്തി കൊയ്യും. സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്. പ്രവൃത്തി വിതയ്ക്ക്, ഒരേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. റീപ്പ് എ ഹാബിറ്റ്. നിങ്ങൾ ഒരു ശീലം കൊയ്യും. സോ എ ഹാബിറ്റ്, ഒരേ ശീലം തന്നെ തുടരുക. റീപ്പ് എ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം അതായിത്തീരും. സോ എ ക്യാരക്ടർ, ഒരു സ്വഭാവം തന്നെ വിതച്ചു കൊണ്ടിരിക്കുക. റീപ്പ് യുവർ ഡെസ്റ്റിനി, നിങ്ങളുടെ ഭാവി ഭാഗധേയം മുഴുവനും അതായിത്തീരും. നിങ്ങൾക്ക് നാശം സംഭവിക്കും. സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്. സോ എ ഹാബിറ്റ് റീപ്പ് എ ക്യാരക്ടർ. സോ എ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി. പ്രിയപ്പെട്ടവരെ, ചിന്തയിൽ തുടങ്ങുന്നു പാപം, നോട്ടത്തിൽ മുന്നോട്ട് നീങ്ങുന്നു പാപം. നോക്കൂ, ആ പാപം അത് പയ്യെ പ്രവൃത്തിയിലേക്ക് വ്യാപിക്കുന്നു. അതേറെ ഹീനമായ അപകടങ്ങളിലേക്ക് നീങ്ങുന്നു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിന്ത വിശുദ്ധമാണോ? നിങ്ങളുടെ വിചാരമണ്ഡലം ശുദ്ധമാണോ? നിങ്ങളുടെ വികാരമണ്ഡലം വിശുദ്ധമാണോ? മകനെ, നിൻ്റെ ചിന്താഗതികൾ വിശുദ്ധമാണോ? മകളെ, നിൻ്റെ ചിന്തകളിൽ പൈശാചികന് അവകാശം പറയുന്നുണ്ടോ? നിൻ്റെ ചിന്തകളിൽ അഴുക്ക് പതിയിരിക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, ചിന്താമണ്ഡലത്തെ ശുദ്ധമാക്കി തരണമേ. ഈ ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചതാണ്, യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതാണ്. 139 സങ്കീർത്തനം അവസാനത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ, എൻ്റെ വിചാരങ്ങളെ പരീക്ഷിച്ച് നോക്കി അവിടുന്ന് കണ്ടെത്തണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവപുരുഷൻ ഇപ്പോൾ ചിന്തയിൽ പാപത്തിലേക്ക് നീങ്ങി. നോട്ടത്തിൽ നിന്ന് ചിന്തയിലേക്ക്, ചിന്തയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക്, പ്രവൃത്തിയിൽ നിന്ന് കൂടുതൽ അനർത്ഥമായ അനേകം പാപത്തിൻ്റെ ഭീകരമായ വേലിയേറ്റങ്ങളിലേക്ക് പരമ്പരിതമായി പാപം ജീവിതത്തിലേക്ക് തിരക്കി തള്ളി കയറി വരുന്നു. ദാവീദ് പാപത്തിൻ്റെ അടിമയായി. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? പാപം വേട്ടയാടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? പാപത്തിൻ്റെ റിയാക്ഷനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ പാപിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്ഷകനെ ഇപ്പോൾ ഒന്ന് കാണുവീൻ.
അവനിതാ ക്രൂശിന്മേൽ കിടക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുവീൻ, അവനിതാ ക്രൂശിന്മേൽ കിടക്കുന്നു. അവൻ്റെ കൈകളിതാ വിടർത്തിയിരിക്കുന്നു, കൈകൾ ആണിയടിച്ച് തകർത്തിരിക്കുന്നു, അവൻ്റെ കാലുകൾ ആണിയടിച്ച് ചേർത്തിരിക്കുന്നു. ഇതാ ഉണങ്ങിയ മരക്കഷ്ണത്തോട്, ആ ഉണങ്ങിയ കുരിശിനോട് കൈകളും കാലുകളും ചേർത്ത് ആണിയടിച്ചിരിക്കുന്നു. നീണ്ട കാര്യപാണികൾ കൊണ്ട് ശരീരത്തിൻ്റെ കൈകളും കാലുകളും ആ കുരിശിനോട് ബന്ധിച്ചിരിക്കുന്നു. അവൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയിരിക്കുന്നു. അവൻ്റെ തിരുവിലാവ് തുറന്ന് ചോരയും നീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ മുഖത്ത് തുപ്പലേറ്റിരിക്കുന്നു, അവൻ്റെ കണ്ണ് തടിയേറ്റിരിക്കുന്നു, അവൻ്റെ കവിളിൽ നിന്ന് രോമങ്ങൾ പിഴുതെടുത്തിരിക്കുന്നു, രോമകൂപങ്ങൾ രക്തം തുളിച്ചു നിൽക്കുന്നു, അവൻ്റെ ശിരസിൽ മുൾമുടി വെച്ചിരിക്കുന്നു. ദൈവവൈതലേ ശ്രദ്ധിച്ചു നോക്കുവീൻ, ആ ശിരസിൽ നിന്ന് രക്തം ധാരധാരെ ഒഴുകുന്നു. അവൻ്റെ ശരീരത്തിൽ ആ സകലം ആ ചാട്ടവാറടിയേറ്റ് പിളർന്നു പോയിരിക്കുന്നു, വിണ്ട് കീറിയിരിക്കുന്നു, രക്തം കറ്റിച്ചു നിൽക്കുന്നു. ഇതാ കുരിശിന്മേൽ കിടന്ന് വേദനയേറ്റവൻ, മകനെ നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചിരിക്കുന്നു കാണുക, അവൻ്റെ ക്രൂസിനെ കാണുക, ക്രൂസിലെ സ്നേഹത്തെ കാണുക. അവനോട് നീ ഇപ്പോൾ പറയുക, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. സമർപ്പിക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, അൻപുള്ള രക്ഷിതാവേ, നല്ലൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ സമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വിശുദ്ധ ജീവിതത്തിന്, പാപം കഴുകപ്പെട്ട ജീവിതത്തിന്, സമ്പൂർണ്ണ വിശുദ്ധിയെ ജീവിപ്പാൻ ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നേക്കുമായി കുരിശിൻ ചൂട്ടിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവേ, തിരുരക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ, വിശുദ്ധീകരിക്കണമേ, പുതിയ വിശുദ്ധ ജീവിതത്തിൻ്റെ സൗഭാഗ്യം തരണമേ. ഈ വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തണമേ, രോഗങ്ങളെ സൗഖ്യമാക്കണമേ, ബന്ധനങ്ങളെ അഴിക്കണമേ, ഭൂതബാധകൾ മാറ്റണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. മഹത്വം കരുണയുള്ള കർത്താവ് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ